ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കെടുക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വാക്യം. വളരെ പരിചിതമായ ഒരു ഉപമയാണ് അവിടെ കൊടുക്കുന്നത്. 10 കന്യകമാരുടെ ഉപമ. അതിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ സബ്ജക്റ്റുണ്ട്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേര് ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കേണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. മതി. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24 പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയാണ്. അതിനുശേഷം 25-ാം അധ്യായം വരുമ്പോഴാണ് ഈ 10 കന്യകമാരുടെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ഈ ഉപമയിൽ കൂടി ദൈവം ഉദ്ദേശിക്കുന്നത് 10 കന്യകമാരുണ്ടായിരുന്നു. അവർ 10 പേരും കന്യകമാരായിരുന്നു. അവർ ദൈവത്തെ അറിഞ്ഞവരാ, അവർ ദൈവരാജ്യത്തിന് വേണ്ടി നോക്കിയിരുന്നവരാ. പക്ഷേ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 5 പേർ എടുക്കപ്പെട്ടു, 5 പേർ തള്ളപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക, ഒരു സെലക്ഷൻ ഉണ്ട് അന്ത്യനാളിൽ. അന്ന് നമ്മൾ സെലക്ട് ചെയ്യുവോ ഇല്ലയോ എന്നാണ് ഇവിടെ തീരുമാനം. അതിവിടെ തന്നെ തീരുമാനിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ വചനം രണ്ട് പേരിൽ കുറേ പേരെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 22:14 വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടവരോ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, വിളിച്ചവരെ എല്ലാം തിരഞ്ഞെടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് അവർ ചെങ്കടൽ കൂടി കടന്നു. ചെങ്കടൽ സ്നാനത്തിൻ്റെ പ്രതീകമായിരുന്നു. വീണ്ടും അവർക്ക് പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭവും കിട്ടി. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. മുന്നോട്ട് വരുന്നു, അവർക്ക് മന്ന കിട്ടി, അവർക്ക് കാടപ്പക്ഷിയെ കിട്ടി, അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടി. ഈവൻ ന്യായപ്രമാണവും അവർക്ക് കിട്ടി. അപ്പോൾ ഭൗതികമായും ആത്മീയമായും ദൈവം അവരെ അനുഗ്രഹിച്ചു. പക്ഷേ യോർദാൻ്റെ കരയ്ക്ക് വന്നപ്പോൾ ഒരു സെലക്ഷൻ കിട്ടി. 20 ലക്ഷം പേരിൽ 2 പേര് മാത്രം യോർദാൻ കടന്നാൽ മതിയെന്ന് ദൈവം പറഞ്ഞു. ഓർത്തോണം, 20 ലക്ഷം പേരിൽ 2 പേർ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. നമ്മളെല്ലാം ഇറങ്ങിത്തിരിച്ചു. പക്ഷേ എത്ര പേർ അക്കരെ കടക്കുമെന്നത് തീരുമാനിക്കുന്നത് ഇവിടെ നമ്മുടെ ജീവിതമാണ്. 20 ലക്ഷം പേരിൽ വെറും 2 പേർ. ഏറ്റവും കഷ്ടം മോശ പോലും കടന്നില്ല. എത്ര സൗമ്യനായ മോശ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞു നോ. ഡ്യൂട്രോണമിൽ മോശ അത് പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി പ്രാവശ്യം കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, ഇനിയും മേലാ നീ അതെന്നോട് ചോദിച്ചേക്കണം. എത്ര കർശനമായ ദൈവം അവിടെ കാര്യമാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരിക്കലും തൻ്റെ ക്രൈറ്റീരിയ താർക്കത്തില്ല. വേറെ ഉണ്ടൊരു ബസയിലും ഒഹിലിയാബും, അവർക്കാണ് ദൈവം സ്വർഗീയ ജ്ഞാനം കൊടുത്ത് സമാധാനവും പഠിപ്പിച്ച് പണിത്. അവരും കടന്നില്ല. ദേവാലയത്തിൻ്റെ പണിക്കോ അല്ലെങ്കിൽ മറ്റേതിലോ നിന്നുകൊണ്ടും വെച്ച് അക്കരെ കടക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇത് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിൽ കൂടി നമ്മളെ പഠിപ്പിച്ചു. വീണ്ടും പുതിയ നിയമത്തിലോട് വരുമ്പം നമുക്കറിയാം എന്താണ് ക്രൈറ്റീരിയ. യോഹന്നാൻ്റെ സുവിശേഷം 3:3
യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. ഇനി 3:5 അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ആദ്യം പറഞ്ഞു കാണുന്ന കാര്യം, വീണ്ടും ജനിച്ചെങ്കിലേ നീ കാണത്തുള്ളൂ. രണ്ടാമത് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. ഇവിടെ വെള്ളമെന്ന് പറയുന്നത് ബാപ്റ്റിസം അല്ല, വേർഡ് ഓഫ് ഗോഡാണ്. അത് എഫേസ്യ ലേഖനത്തിൽ റെഫറൻസ് കിടപ്പുണ്ട്. അപ്പം വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി ഒരാത്മീയ പുതുക്കം നമ്മളിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ ജനിച്ച പടി അവിടെ കാണും. ഇതാണ് വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇനി താഴോട്ട് വരാം. നമ്മളിവിടെ കണ്ടു ഈ 10 കന്യകമാരാണ് എന്ന് വെച്ചാൽ അത് ആത്മീയ അർത്ഥം വരുമ്പോൾ ഇവരെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്, വീണ്ടും ജനിച്ചവരാണ്. കന്യകമാരെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാലിന്യങ്ങളില്ലാത്തവരും ആരും പാപികളൊന്നുമല്ല. ഈ 10 പേരും യേശുക്രിസ്തുവിന് വേണ്ടി നോക്കിയിരുന്നവരാണ്, മണവാളന് വേണ്ടി നോക്കിയിരുന്നു. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മണവറയുടെ വാതിൽക്ക് വരെ ചെന്നു. പക്ഷേ 5 പേരെ എടുത്തു, 5 പേരെ തള്ളി. ഇവിടെ പറയുന്നത് അവർ വിളക്കും എടുത്തുകൊണ്ടാണ് പോയത്. 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്, ഇല്ലാത്തത് എന്തോ എണ്ണ. വിളക്ക് എന്താ ജീവിതത്തിൽ? പിന്നെ വിളക്കെന്നുള്ളതിന് ഗ്രീക്ക് വേർഡ് ലാംബാസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ടോർച്ച് എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പന്തത്തിൻ്റെ റെഫറൻസാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഈ വിളക്ക്. അത് നമ്മുടെ ജീവിതമാണ്. മത്തായിയുടെ സുവിശേഷം 5:14. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അത്ര മതി. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാണ് ഈ ലാമ്പ്. യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് പ്രകാശം തുടങ്ങും. മറ്റുള്ളവർക്ക് നമ്മളിൽ കൂടി പ്രകാശം കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജീവിതമുണ്ട്, ഈ 10 പേർക്കും ജീവിതമുണ്ട്, എക്സ്റ്റേണൽ ടെസ്റ്റിമണിയുണ്ട്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ യെസ് ഇവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണെന്നുള്ളൊരു നല്ല ടെസ്റ്റിമണിയുണ്ട്. ബട്ട് വാട്ട് അബൌട്ട് ദ ടെസ്റ്റിമണി ഓഫ് ദ ഗോഡ്? ഇയ്യോബിനെ പറ്റി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നറിയാതെ? ഇയ്യോബ് 1:8. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. യോബിനെ പറ്റി ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ഇവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ഭക്തനും ദോഷം വിട്ടവനും ആരുമില്ലായിരുന്നു. ദാനിയേലിനെ പറ്റി ഒരു ടെസ്റ്റ് പണിയുണ്ട്. നീ എൻ്റെ ഏറ്റവും പ്രിയൻ. പിന്നെ ഇപ്പോൾ പറയുന്നത് നീ എൻ്റെ പ്രിയ പുരുഷൻ. വീണ്ടും താഴോട്ട് വരും. ദാവീദിനെ പറ്റി ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള സാക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ. ഇവൻ ഇയ്യോബിനെ പറ്റി സാത്താനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇവൻ്റെ വേലിയൊന്ന് പൊളിച്ചതാ, ഞാൻ അന്നേരം കാണിച്ചു തരാം. പക്ഷെ ദൈവത്തിന് അറിയായിരുന്നു വേലിയെല്ലാം എന്ത് പൊളിച്ചാലും ഇയ്യോബ് പൊന്നുപോലെ പുറത്തു വരും. ഇവൻ പത്രോസിനെ പറ്റി പറഞ്ഞു, പത്രോസേ സാത്താൻ നിന്നെ പാറ്റിക്കളയണമെന്ന് അനുവാദം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. പക്ഷേ ഇയ്യോബിൻ്റെ കാര്യത്തിലും ഒക്കെ ഓർത്തോണം, ഇയ്യോബ് പൊന്നുപോലെ പുറത്തു വന്നു. കാരണം എന്താ? അവനെപ്പറ്റി ദൈവത്തിനൊരു സാക്ഷ്യമുണ്ടായി. ഈ സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മളെ പറ്റിയുണ്ട്. യേശുക്രിസ്തുവിനെ പറ്റി 2 സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ മറഞ്ഞിരുന്ന ലൈഫും അവൻ്റെ 3.5 വർഷത്തെ പബ്ലിക് ലൈഫും. യേശുക്രിസ്തു സ്നാനമേൽക്കാനായിട്ട് യോർദാനിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ച് ദൈവാത്മീയ പ്രാവ് പോലെ ഇറങ്ങി വന്നിട്ട് യേശുക്രിസ്തുവിനെ ഒരു സാക്ഷ്യം പറഞ്ഞു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്ന സ്വർഗത്തു നിന്നൊരു ശബ്ദം കേട്ടു. 30 വർഷത്തെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം സ്വർഗം അംഗീകരിക്കുക. ഐ ആം പ്ലീസ്ഡ് വിത്ത് ഹിം.
വീണ്ടും മറുരൂപമലയിൽ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മറുരൂപമലയിൽ ഒരു സാക്ഷ്യം കൊടുത്തു. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി നൽകാം. യേശുക്രിസ്തുവിൻ്റെ മറഞ്ഞിരുന്ന ജീവിതവും യേശുക്രിസ്തുവിൻ്റെ പബ്ലിക് ലൈഫും സ്വർഗത്തിന് സാക്ഷ്യമുണ്ടെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ സ്വർഗത്തിനൊരു സാക്ഷ്യമുണ്ട്. അതെന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം, വിളക്ക് കത്തി, വിളക്കുണ്ട്, അതാണ് നമ്മുടെ എക്സ്റ്റേണൽ ടെസ്റ്റിമണി. ഈ ഓയിൽ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ കുറച്ച് പേരുടെ കയ്യിൽ എക്സ്ട്രാ ഓയിൽ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള എക്സ്ട്രാ ഓയിലില്ല. പക്ഷേ വിളക്കിനകത്ത് വെക്കാനുള്ള അല്പം എണ്ണ ഉണ്ടായിരുന്നു. എന്താണ് ഓയിൽ? നമുക്ക് പഴയ നിയമത്തിലെ റെഫറൻസിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 27:20. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. ഒന്ന്, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൽ ഒരിക്കലായി കഴിഞ്ഞാൽ, അത് ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ എന്നും അത് പ്രകാശിക്കണം. കാരണം അതിന് എണ്ണ വേണം. എന്താ എണ്ണ? ഇവിടെ പറയുന്നുണ്ടോ, ഇടിച്ചെടുത്ത ഒലിവെണ്ണ. എന്താ ഇടിച്ചെടുത്ത ഒലിവെണ്ണ? ഈ ഒലിവ് അത് ഉരലിലിട്ട് തൻ്റെ യജമാനൊന്ന് ഇടിക്കും, ഒന്ന് പ്രസ് ചെയ്യും. ആ പ്രസ്സിങ്ങിൽ കൂടി പുറത്തു വരുന്ന എണ്ണ അതൊന്ന് ശുദ്ധീകരിച്ച ആ എണ്ണയെ സമാഗമന കൂടാരത്തിലെ വിളക്കിനകത്ത് പറ്റുള്ളൂ. ഇവിടെ ഈ അത്തിവൃക്ഷത്തിൻ്റെ കായ്ക്കൊരു ഒരു ടെസ്റ്റ് മണിയുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ യജമാനൻ്റെ കയ്യിലോട്ട് ഞാൻ നേരിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ എന്നെ ഒന്ന് പിഴിഞ്ഞു, എന്നിട്ട് അവൻ എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു. ആ എന്നിൽ കത്തുന്നത് ആ എണ്ണയാണ്. എത്ര പേർക്ക് കരഞ്ഞു വരക്കാൻ കഴിയും? ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അവൻ എന്നെ ഒന്ന് പ്രസ് ചെയ്താലും സാരമില്ല, എനിക്ക് ആ എണ്ണയൊന്ന് വരണം, അതൊന്ന് കത്തണം. ഇവിടെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ എക്സ്ട്രാ എണ്ണയില്ലാത്ത കഴിഞ്ഞാൽ അവർക്കൊരു സാക്ഷി ജീവിതമില്ല. ഈ 5 പേർക്ക് പറ്റിയ ഇതെന്താ? അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഇവർക്കില്ലായിരുന്നു. ഇതേ കൂട്ടത്തിൽ വേറെ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികൾക്ക് സൗഖ്യം വെച്ച് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയുന്നതെന്ന് പറയാം, ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ല. കാരണം വ്യക്തിപരമായൊരു ബന്ധം ദൈവവുമായിട്ടുണ്ടോ? ഈ 5 കന്യകുമാർ, പുറന്തള്ളുന്ന കന്യകുമാർ, ദേ ആർ കാഷ്വൽ ക്രിസ്ത്യൻസ്. ലുക്കസ് ടു അസ്, നമ്മളിലേക്കൊന്ന് നോക്കാം. ആർ വി കാഷ്വൽ ക്രിസ്ത്യൻസ്? ആർ വി ടേക്കൺ അവർ സ്പിരിച്വൽ ലൈഫ് സീരിയസ്ലി? ഇവർക്ക് വിളക്കുണ്ടായിരുന്നു, ദൈവത്തെ അറിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ പോകുന്ന പോലെ ഇവർ പോയി മണിയറയുടെ പുറത്ത് വരെ പോയി, പക്ഷേ അകത്ത് കയറാൻ പറ്റിയില്ല. പെട്ടകം ഉണ്ടാക്കിയവരും ഇതുപോലായിരുന്നു. പെട്ടകത്തിൻ്റെ അടുത്ത് നിന്നവരും കൂടെ ദൂരെ നിന്നവരും ആരും അകത്ത് കയറിയില്ല. എല്ലാവരും അവസാനം പരീക്ഷയായിപ്പോയി. ഇന്ന് രാവിലെക്കാരും ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, വാട്ട് ഈസ് അവർ ടെസ്റ്റിമണി? ഈ അത്യവിഷയത്തിനൊരു ടെസ്റ്റിമണിയുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു, ആ കർത്താവ് എന്നെ ഒന്ന് പിഴിഞ്ഞു. ആ പിഴിഞ്ഞിട്ട് അല്ല, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എന്ന് വെച്ചാൽ ലോകം മുഴുവൻ കഷ്ടത്തിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നല്ല അർത്ഥം. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, അത് യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. ഈ ലോകത്തിൽ സ്പിരിച്വൽ ലൈഫിൽ യു ഹാവ് ടു ഫേസ് സോ മെനി പ്രോബ്ലംസ്. ദൈവം ടെസ്റ്റ് ചെയ്യാതെ ആർക്കും ടെസ്റ്റിമണി കൊടുക്കത്തില്ല. ബിഫോർ ടെസ്റ്റിമണി ദർ വിൽ ബി എ ടെസ്റ്റ്. നമ്മളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ബ്രദറെ, കർത്താവിന് ഞാൻ എത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ ക്യാൻസർ രോഗം മാറി, എൻ്റെ കടബാധികൾ മാറി, എൻ്റെ പ്രശ്നങ്ങൾ ഒത്തിരിയൊക്കെ മാറി. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അല്ല. പഴയ നിയമത്തിൽ ഇതിനൊരു വ്യക്തമായ ഇതുണ്ട്. 40 വർഷം ചെരുപ്പ് തേഞ്ഞില്ല, 40 വർഷം മന്ന കിട്ടി, 40 വർഷം രോഗങ്ങളൊന്നും വന്നില്ല, 40 വർഷം അവരിട്ടിരുന്ന വസ്ത്രങ്ങളൊന്നും ജീർണിച്ചില്ല. അവസാനം ന്യായപ്രമാണം കിട്ടി, ഭൗതികമായ എല്ലാ അനുഗ്രഹം കിട്ടി. എല്ലാ ദിവസവും മേളിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും എല്ലാവിധ അനുഗ്രഹങ്ങളും എത്തു. പക്ഷേ അവസാനത്തെ സെലക്ഷൻ വന്നപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരെ അകത്ത് കടത്തിയുള്ളൂ. ഭൗതിക അനുഗ്രഹങ്ങളും അല്ല ആത്മീയം നമ്മളൊന്നും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഇതല്ല. അങ്ങനെയാണെങ്കിൽ ഈ 40 പേരും ഇവരെപ്പറ്റി എഴുതിയിട്ടുണ്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, ഇവരിലാരിലും ഞാൻ പ്രസാദിച്ചില്ല. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൊടുക്കുന്ന എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയപാനം കുടിച്ചു.
അവരെ അനുഗ്രഹിച്ച് ആത്മീയപാറയിൽ നാൾ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞെന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു തള്ളലുണ്ടായി. 2 പേരൊഴിച്ച് ബാക്കി മുഴുവനും പേരും ആ മരുഭൂമിയിൽ അടക്കപ്പെട്ടു. ആത്മീയ നന്മകളൊക്കെ ഉണ്ട്, നമുക്ക് ഭൗതിക നന്മകളൊക്കെ ഉണ്ട്. പക്ഷെ അത് വ്യക്തിപരം. ഇവനൊരു കാര്യം ഓർത്തണം, ഇവർ മറുതലിച്ചു 10 പ്രാവശ്യം. 10 പ്രാവശ്യം മറുതലിപ്പിച്ചാലും മന്ന നിന്നില്ല. 10 പ്രാവശ്യം മറുതലിച്ചപ്പോഴും അഗ്നിസ്തംഭവും മേഘസ്തംഭവും മാറിപ്പോയില്ല. അവരവിശ്വസ്തത കാണിച്ചപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം വിശ്വസ്തനായിരിക്കും. ഈ 5 സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു സാക്ഷ്യം, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൊരു സാക്ഷ്യമില്ലായിരുന്നു. അവരോടെന്താ പറയുന്ന അവസാനം? ഗോ ആൻഡ് ബൈ. ഈ 5 സ്ത്രീകൾ, 5 കന്യകമാർ, അവർ കർത്താവിന് വേണ്ടി വില കൊടുത്തവരല്ല. ഇവിടെ വന്നപ്പം പറഞ്ഞു വില കൊടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അവർ വിലയ്ക്ക് പോയി. എഴുതിയിട്ടുണ്ടോ? വെളിപാട് പുസ്തകം 3:17 മുതൽ 18 വരെ ലവോദിക സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ്. വെളിപാട് 3:17 മുതൽ 18 വരെ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇവിടെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറയുക. ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, ഫ്രീ. അത് സാൽവേഷൻ, രക്ഷ മാത്രം. ബാക്കി മുഴുവൻ വില കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. മേരി മഗ്ദലനയുടെ ഒരു കാര്യം കൂടി മാത്രം നമുക്ക് നോക്കാം. മേരി മഗ്ദലനെ, അവൾ കർത്താവ് അവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ കർത്താവിൻ്റെ പാദപിടിച്ചിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. മാർത്ത അതിന് കംപ്ലൈൻറ്റും പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞു ഇവൾ തിരഞ്ഞെടുത്താൽ നല്ലതെന്ന്. അത് കഴിഞ്ഞ് നമുക്കറിയാം, സ്വച്ഛലമാല തൈലം യേശുവിൻ്റെ തലയെ കൂടെ വെച്ചു, ശീമോൻ്റെ വീട്ടിൽ വെച്ചു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ കാൽപ്പഴും മറിയുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇവർ എവിടെയാണ് യേശുവിനെ വെച്ചെന്ന് നോക്കി. വെളുപ്പാങ്കാലത്ത് നേരം വെട്ടം വീഴുന്നതിന് മുമ്പ് 3-ാം ദിവസം രാവിലെ മറിയ കല്ലറക്കിലേക്ക് ഓടി. ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു, പക്ഷെ മറിയൽ ഒടുങ്ങി. ലോകത്താദ്യമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം വിളിച്ചു പറഞ്ഞത് മഗ്ദലക്കാരി മറിയ. ആ ഭാഗ്യം ദൈവം കൊടുത്തത് മഗ്ദലക്കാരി മറിയ. കാരണം അവൾ വില കൊടുത്തു. യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടതും മഗ്ദലക്കാരി മറിയ. യേശു പറയുന്നുണ്ട് മഗ്ദലക്കാരി, എന്നെ നീ തുടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. പിതാവിനെ കാണുന്നതിന് മുമ്പ് മഗ്ദലക്കാരി മറിയെ കൊടുത്തു. മാനിക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ നടുവിൽ. വില കൊടുത്താൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ആത്മജീവിതത്തിലേക്കൊന്ന് നോക്കിയിട്ടിരിക്കണം, ഞാൻ എന്ത് വില കൊടുത്തു, ഞാൻ എന്ത് വില കൊടുത്തു. വാട്ട് പ്രൈസ് വി ആർ പെയ്ഡ്. നമുക്ക് ചോദിക്കും, പക്ഷേ ഇപ്പോൾ പോയി ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്യാനൊക്കെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ തന്നെയുണ്ട്. നമുക്കൊന്ന് നോക്കാം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഈ ഇടിവിൽ നിൽക്കുന്ന അനുഭവത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊത്തിരി സ്പിരിച്വൽ വാർഫെയർ കിട്ടുന്നൊരു കാര്യം. ഓർത്തോണം, ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താൻ. ഉണ്ടോ ഈ പട്ടണത്തിൽ നമുക്ക് വേല? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വില കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന എത്ര ദൈവ പൈതലുണ്ട്. ഈ പട്ടണത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു. ആർക്കെങ്കിലും അറിയാം? സ്പിരിച്വലി സെൻസിറ്റീവായിട്ടുള്ളവർക്ക് അറിയാം. ഈ പട്ടണത്തിൽ പിശാച് നടനമാണ്. പക്ഷേ നമ്മളോ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകുന്ന നമ്മൾ എപ്പോഴെങ്കിലും ഇത് ദേശത്തിനും മതിൽ കെട്ടി ഇടിവിൽ നിൽക്കാൻ ഞാനൊരു പുരുഷനെ അയച്ചു. രാത്രി അന്ത്യയാമങ്ങളിൽ ആ കംഫോർട്ട്സുള്ള വെളിയിൽ വന്ന് വില കൊടുത്ത് ദേശത്തിന് വേണ്ടി നിൽക്കാൻ എത്ര പേരുണ്ട്? ഈ സ്ത്രീകളുടെ കുഴപ്പം അവർ വില കൊടുക്കാതെ നേരെ വന്നതാണ്. ഈ 5 പേരെ തള്ളിക്കളഞ്ഞതാ, അവർ വില കൊടുത്തില്ല. അവസാനം പറഞ്ഞു, അന്നേരം ഓടി വാങ്ങിക്കാനായിട്ട്, വില കൊടുത്ത് വാങ്ങിക്കാൻ ഓടി. പക്ഷേ സമയം കഴിഞ്ഞു പോയി.
യെശയ്യാവിൻ്റെ പുസ്തകം 62:6. യെരുശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവസഭയ്ക്ക് കൊടുത്ത ദൂതായത്. ഈ പട്ടണം കാക്കേണ്ടത് ദൈവസഭയാണ്. എത്ര പേർ വില കൊടുത്തു നിന്നു. ഇന്ന് ഈ പട്ടണത്തിൽ നടക്കുന്ന പലതും നമുക്കറിയാം, പലതും നടക്കുന്നത്. അതൊക്കെ കാരണം എന്നറിയോ? ദൈവസഭ ഇന്ന് വില കൊടുക്കാൻ തയ്യാറല്ല. രാവിലത്തെ ഒരു പ്രാർത്ഥനയിൽ പട്ടണത്തെ മൊത്തം നിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വില കൊടുക്കണം. വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു, അതിൻ്റെ വാതിലുകൾ തീ വെച്ച് നശിപ്പിച്ചുവെന്ന് നെഹമ്യാവ് കേട്ടപ്പോൾ നെഹമ്യാവ് എന്ത് ചെയ്യുന്നതാണ്? ഉച്ചത്തിൽ കരഞ്ഞു. ദൈവം ഒരു നെഹമ്യാവിനെ തൊട്ടു. യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട്, അതിൻ്റെ വാതിൽപ്പട്ടികൾ കത്തിച്ച് കിടക്കുന്ന ചാമ്പലായി കിടക്കുന്നത് കണ്ടിട്ട് നെഹമ്യാവ് ഉറക്കെ കരഞ്ഞു. നമുക്ക് ആ വാതിലൊന്ന് വരാം. നെഹമ്യാവ് 1:3-6 വരെ. അതിനവൻ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചുകൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചു ഉപസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചതിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ, നിന്റെ ദാസനായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് നിൻ്റെ ശ്രദ്ധയും നിൻ്റെ കണ്ണു തുറന്നിരിക്കണമേ. ഞാനും എൻ്റെ പ്രതിഫലവും പാപം ചെയ്തിരിക്കുന്നു. ആദ്യം നെഹമ്യാവ് ഇത് കേട്ടപ്പോൾ കരഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം നോക്കുക, ഒരു നെഹമ്യാവിന് തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ആരുണ്ട്? നോക്കിക്കോണം. നെഹമ്യാവ് കരഞ്ഞതേ ഉള്ളൂ, പ്രാർത്ഥിച്ചേ ഉള്ളൂ, ഉപവാസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ അക്രൈസ്തവനായ ഈ രാജാവ് അവന് വേണ്ട എല്ലാ റിസോഴ്സസും കൊടുത്തു. റിസോഴ്സസ് നമ്മുടെ കാര്യമല്ല. നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ അത് തരുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നെഹമ്യാവിന് വേണ്ടി കരുതിയ ദൈവം. നെഹമ്യാവിൻ്റെ ദൈവം റോഡ് വെട്ടി. നെഹമ്യാവ് നിന്നതേ ഉള്ളൂ, കരഞ്ഞതേ ഉള്ളൂ, പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അവന് വേണ്ടുന്ന സകല റിസോഴ്സസും കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് രാവിലെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എത്ര നെഹമ്യാമാരുണ്ട് പ്രാർത്ഥിക്കുന്നത്? ദൈവം നെഹമ്യാവിനെ കൊണ്ടുപോയി. അവർ താഴോട്ട് എഴുതിക്കുന്നത് ഇങ്ങനെ 4:16-18 വരെ. അന്ന് മുതൽ എൻ്റെ ഭൃത്യന്മാരിൽ പകുതി പേർ വേലയ്ക്ക് നിന്ന്, പാതി പേർ കുന്തവും പരിചയം വില്ലും പിടിച്ചു നിന്ന്. എന്ന് വെച്ചാൽ പകുതി പേർ പ്രാർത്ഥനയുടെ സപ്പോർട്ട് കൊടുത്തു. ഇതാണ് അതിൻ്റെ ഒരു നിഴലായത്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേര് അതിനുവേണ്ടി പണിയാൻ. അവരും അങ്ങനെ നിന്ന് ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ പണിയായുധം പിടിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സ്ട്രാറ്റജി. ദൈവം സ്ട്രാറ്റജി പറഞ്ഞു തരും. പക്ഷേ നിൽക്കാൻ ഒരു നെഹമ്യാവ് വേണം. ഓർത്തോണം, നെഹമ്യാവ് പണിയാൻ ചെന്നപ്പോൾ ആദ്യം നേരിട്ട് ആരെയാണെന്നറിയോ? സൻബത്തിൻ്റെയും തോലിയാബിനെയും. ഇതും ഉണ്ടാവും, അതും പ്രതീക്ഷിച്ചോണം. നെഹമ്യാവ് നിന്ന് ശരിയാ, പക്ഷേ തമ്പസും തോബിയാവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ കണ്ട് ഓടുന്നവനല്ല യഹോവ അയച്ച നെഹമ്യാവ്. അവരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നവനല്ല യഹോവ അയച്ച നെഹമ്യാവ്. വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, എത്ര പേർക്ക് നെഹമ്യാവിനെ പോലെ ഈ പട്ടണത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും? യഹോവ എന്ന് ചോദിക്കുക, എനിക്ക് വേണ്ടി നിൽക്കാൻ ഒരു നെഹമ്യാവ് ഉണ്ടോ? പ്രാർത്ഥിച്ച് വില കൊടുക്കാൻ തയ്യാറൊരു ഒരു നെഹമ്യാവ് ഉണ്ടോ? ദാവീദ് ജനത്തെ എണ്ണി ദൈവത്തോട് തെറ്റിയാ ചെയ്തത്. ദൈവം പറയാതെ ദാവീദ് ജനത്തെ എണ്ണി. അവസാനം 3 കാര്യങ്ങളുണ്ട്. ഏതിലേലും ഒരെണ്ണം ചോദിച്ചോളാൻ പറഞ്ഞു. 3 ദിവസത്തെ മഹാമാരി അത് സ്വീകരിച്ചു. അവസാനം എന്ത് ചെയ്തു? 70 പേരോളം പട്ടുപോയി. അപ്പോൾ ദാവീദ് മുട്ടുമടക്കിയപ്പോൾ ദൈവം പറഞ്ഞു, പിൻവലിക്കാൻ പറഞ്ഞു. യെരുശലേമിൻ്റെ ഒർന്നാൻ്റെ കളത്തിൽ നിൽക്കുകയാണ് ഈ ദൂതൻ വാളുമായി. ഗാദ് പ്രവാചകൻ ചെന്ന് ദാവീദിനോട് പറഞ്ഞു, നീ ഓർന്നാൻ്റെ കളത്തിൽ പോയി ഓർന്നാൻ്റെ കളം വാങ്ങിക്കണം, എന്നിട്ട് അവിടെ എനിക്കൊരു യാഗപീഠം കഴിക്കണം. ദേശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു യാഗപീഠം വേണം. നമ്മളിൽ എത്ര പേരുടെ വീട്ടിൽ യാഗപീഠമുണ്ട്? യാഗപീഠം ഒരു സാക്രിഫൈസാണ്. സാക്രിഫൈസ് ഇല്ലാതെ യാഗപീഠം വരത്തില്ല. ഇവിടെ ഓർന്നാൻ്റെ കളത്തിൽ ചെന്നപ്പോൾ ഓർന്നാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വയലും തരാം, കാളയും തരാം, പിന്നെ വിറകും തരാം, എല്ലാം തരാമെന്ന് പറഞ്ഞു. പക്ഷേ ദാവീദ് പറഞ്ഞു എന്തെന്നറിയാമോ? ചെലവില്ലാത്ത ആരാധന ഞാൻ കഴിക്കത്തില്ല. 2 ശമൂവേൽ 24:22 മുതൽ 34 വരെയും 1 ദിനവൃത്താന്തം 22 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് പറഞ്ഞത്, ചെലവില്ലാത്ത ആരാധന എനിക്ക് വേണ്ട. നമ്മളിൽ എത്ര പേരുണ്ട് ആരാധനയ്ക്ക്
വില കൊടുത്ത് വന്നവർ. ഇന്ന് രാവിലെക്കാരൻ ഞാൻ വളരെ ക്ലിയറായിട്ട് ചോദിച്ചോട്ടെ, ഈ ആരാധനയ്ക്ക് വില കൊടുത്ത് വന്ന എത്ര പേരുണ്ട്? ഇന്നലെ രാത്രി ഈ ആരാധനയ്ക്ക് വേണ്ടി മൂട്ടുമടക്കിയ എത്ര പേരുണ്ട്? ഒറ്റ ചോദ്യം. വില കൊടുത്ത് വന്നു. നമ്മൾ കാഷ്വലായി, വി ആർ വെരി കാഷ്വൽ ക്രിസ്ത്യൻസ്. ദൈവത്തിൻ്റെ വ്യക്തമായ ഇതാണ്. കാഷ്വൽ 5 പേര് കാഷ്വലായിരുന്നു. അവർ തള്ളപ്പെട്ടു. എല്ലാം അറിയാമായിരുന്നു. ചോദിക്കട്ടെ, ഒറ്റ ദിവസം 7 ദിവസമുണ്ട്. ഇന്ന് ഉപവാസം എടുത്ത് എത്ര പേരുണ്ട്? രാവിലെ ഇത് പള്ളിയിൽ പാസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. എത്ര പേര് വിശ്വാസത്തോടുകൂടി ഉപവാസത്തോടു ഇവിടെ വന്നവരുണ്ട്? യെസ് ഓർ നോ? വില കൊടുക്കാൻ, ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ചിട്ട് നിൽക്കാൻ. ഒരു പക്ഷേ മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അങ്ങനെയുള്ള കാര്യം കാണുമായിരിക്കും. അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവം ആരോഗ്യം തരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉപവാസത്തോടെ ഈ ആരാധന കിടക്കുവാൻ എത്ര പേർക്ക് കഴിയും? വില കൊടുക്കാതെ അക്കരെ കടക്കുമെന്ന് പ്രതീക്ഷിക്കല്ലേ? ദൈവത്തിൻ്റെ ഉപമ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നതാണ്. പ്രാർത്ഥിക്കുന്നവരുടെ നടുക്കിൽ ദൈവം ഇറങ്ങും. എനിക്കറിയാം ഒരു കേസ് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്താണ്. അതിൻ്റെ തൊട്ടടുക്കുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ സുവിശേഷത്തിൻ്റെ വാതിലടച്ചു. അപ്പോൾ ഒരു കൊച്ച് സുവിശേഷം ചെന്ന് അവരിങ്ങനെ കൂട്ടായ്മയിൽ പറഞ്ഞു. 2 സ്ത്രീകൾ അത് ഏറ്റെടുത്തു. ഓർത്തണം, അവർ നമ്മളെക്കാട്ടി വലിയവരൊന്നും അല്ല. അവർ ആത്മീയമായിട്ടൊന്നും പറയില്ല. ചെറിയ സുവിശേഷം ഇവിടുന്ന് സൗത്ത് ഇന്ത്യയിൽ പോയ മിഷണറിമാർ വചനം കഴിയത് അവർ 2 പേരും കൂടെ ഈ സ്റ്റേറ്റിനോട് ബോർഡർ കിടക്കുന്ന ഒരു കുന്നുണ്ട്. അവരെല്ലാ ദിവസവും അതിൻ്റെ മണ്ടയിൽ കയറി കൈ ഓർത്ത് പിഞ്ഞ് ഈ രാജ്യത്തിന് കൈ നീട്ടി പ്രാർത്ഥിച്ചു. എത്ര വർഷം പ്രാർത്ഥിച്ചെന്നറിയാമോ? നീണ്ട 12 വർഷം. ആ രാജ്യത്തിൻ്റെ വാതിൽ സുവിശേഷം വേണ്ടി തുറക്കപ്പെട്ടു. ആ സ്ത്രീകൾക്കൊരു സാക്ഷ്യമുണ്ട്. ഇന്ന രാജ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത് ഞാനും ഇന്നാരും കൂടി ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. ദൈവജനമേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ പട്ടണത്തിൽ ഒന്നും നടക്കാത്തതിൻ്റെ കാര്യമെന്ന് അറിയാമോ? മുട്ടുമടക്കാൻ ഒരു നെഹമ്യാവില്ല. വില കൊടുത്ത് നിൽക്കാൻ ഒരു ദാവീദില്ല. യെസ് ഓർ നോ? സോങ് ഓഫ് സോളമൻ, അതിനകത്ത് ഒരു ശൂലേങ്കാരിയുണ്ട്. ആ ശൂലേങ്കാരി ആദ്യമേ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം ആ കഥ. അത് സഭയുമായുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. അവളത് മച്ചുവറായി വന്നു. അവൾ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ മണിയറയ്ക്കകത്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ മണവാളൻ പള്ളിയോട്ടിറങ്ങി ഈ തോട്ടം നോക്കാനുമായിട്ടൊക്കെ അവരിങ്ങനെ പോകുന്നതായിട്ടാണ്. അപ്പോൾ അവൾ മച്ചുവറിട്ടായി. അത് കഴിഞ്ഞ് ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം സോങ് ഓഫ് സോളമൻ 8:8 വായിച്ചു. നമുക്ക് ഒരു ചെറിയ പെങ്ങളുണ്ട്. ബാക്കി അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും? ഈ ശൂന്യങ്കാരിക്ക് ഒരു അനുജത്തിയുണ്ട്. ആ അനുജത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്. അവൾക്ക് ശാരീരികമായ വളർച്ച പ്രാപിച്ചില്ല. അവളെ കല്യാണം കഴിക്കുന്ന നാളിൽ ആരവളെ വിവാഹം ചെയ്യും? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ശൂന്യങ്കാരി ആത്മീയമായി വളർന്നു. നമ്മൾ ആത്മീയമായിട്ട് എടുക്കുകയാണ്. ഈ അനിയത്തി അല്ലെങ്കിൽ ഈ കൊച്ചു മകളെപ്പറ്റി പറയുമ്പോൾ അവൾ ആത്മീയ വളർച്ച പ്രാപിക്കാത്തതെന്ന് വെച്ചാൽ വീണ്ടും ജനിച്ച അന്ന് മുതൽ അതേ പ്രായത്തിലിരിക്കുന്ന ആളാണ്. 10-25 വർഷമായിട്ട് ഒരു കുഞ്ഞ് അതേ പാഠത്തിലിരുന്നാൽ ആ കൊച്ചു നമ്മളാരും കല്യാണം ആലോചിക്കുമോ? ഏതെങ്കിലും മകൻ വന്ന് അവരെ വിവാഹം കഴിക്കുമോ? ഇവിടെ വ്യക്തമായി ചോദിക്കുന്ന ചോദ്യമാണ്. ആത്മീയമായി വളരാത്ത നമ്മളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ യേശു വന്ന് വിവാഹ മണിയിലേക്ക് കൊണ്ടുപോകും. മേളിലൊരു വചനമുണ്ട്. ലൂക്കോസിന് സുവിശേഷം 12:21. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം എങ്ങനെയാവും? ദൈവം നമ്മളെ വിളിച്ചത് ആത്മീയമായി വളരാനാണ്. നമ്മളറിഞ്ഞല്ലോ, ആ 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു. ഒന്ന്, വീണ്ടും ജനിക്കുമ്പോൾ കാണത്തേ ഉള്ളൂ. രണ്ടാമതെന്താ പറയുന്നത്? ആത്മീയമായി വളരണമെന്നാണ് അവിടെ കൊടുക്കുന്ന സന്ദേശം. ഇതിനെപ്പറ്റി പൗലോസ് എഴുതിയിട്ടുണ്ട് ഇതേ കാര്യം. എബ്രായ ലേഖനം 5:12 മുതൽ 13 വരെ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു.
പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. ഇവിടെ പൗലോസ് പറയുക, കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരാകേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴെന്തുവാ? ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വീണ്ടും ജനിച്ച ശിശു തൊട്ടിയില്ല, ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പൗലോസ് അവിടെ വ്യക്തമായി പറയുന്നത്. ആത്മീയമായി വളരേണ്ടതാണ്. നമ്മൾ ആത്മീയമായി വളർന്നെങ്കിൽ, അതാണ് ഈ ഇവർ പറഞ്ഞ ഈ 5 കന്യകമാരെ തള്ളിയതിൻ്റെ കാരണം. എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവർ ആത്മീയമായി വില കൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. ആത്മീയമായി വില കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ആത്മീയമായി വളരുകയുള്ളൂ. ഐസക്കിൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം. ഐസക്കിനൊരു ഭാര്യയെ എടുക്കാനായിട്ട് എലയാസാർ പോയി. നിങ്ങൾക്കറിയാം, ഐസക്കിനെ യേശുക്രിസ്തുവിൻ്റെ രൂപമായും യേശുക്രിസ്തുവിൻ്റെ നിഴലായും എലയാസാറിനെ പരിശുദ്ധാത്മാവായും കണ്ടെത്തിയ റിബേക്കായെ കർത്താവിൻ്റെ മണവാട്ടി സഭയായും അങ്ങനെ ഉപമിക്കാറുണ്ട്. ഇവിടെ എലയാസാർ അവിടെ പോകുമ്പോൾ എലയാസാർ ദൈവത്തോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 24:14, നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്കാ, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. ഇതിക്കണേ പരിശുദ്ധാത്മാവിൻ്റെ നിഴലായ എലിയാസാർ പറയുന്നൊരു കാര്യം, എനിക്ക് വേണ്ടുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല ഒട്ടകത്തിനും കൂടെ കൊടുക്കുക. 4-5 ഒട്ടകമുണ്ട്. 50-60 ലിറ്റർ വെള്ളം കുടിക്കും ഒരു ഒട്ടകം. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് എലയാസാർ വിചാരിച്ചതെങ്കിൽ, എലയാസാർ നമുക്കറിയാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. ഞാൻ പറയാം, ഇതിൻ്റെ വെളിച്ചത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാത്ത, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാത്ത, ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടാത്ത ഒരാളെ ഇസഹാക്കിൻ്റെ ഭാര്യയായി എലയാസാർ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവും ഈ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ കൊണ്ടുപോകുന്ന ആരെയാണെന്നറിയാമോ? അവൻ്റെ രാജ്യത്തിന് വേണ്ടി പണിതവരെ. ഇവിടെ നോക്കാം, വില കൊടുത്ത് വാങ്ങിക്കണം. അവർ വില കൊടുക്കുക. ഈ സ്ത്രീകളുടെ മറ്റുള്ളവർ അവർ വില കൊടുത്തിട്ട് വന്നാൽ വില കൊടുത്ത് വാങ്ങിക്കാതെ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ പോയി വിൽക്കുന്നവരോട് വാങ്ങിക്കാനാവും. എന്താ ഈ വിൽക്കുന്നവരെന്നറിയാമോ? പ്രോസിക്യൂഷൻ, സുവിശേഷ വിരോധികൾ, അല്ലെന്നുണ്ടെങ്കിൽ തെൻബസല്ല, സോബിയ ഇങ്ങനെയുള്ളവരുടെ അടുക്കലേക്കാണ് പോകുന്നു. അവർ പോയി എല്ലാം വാങ്ങിച്ചിട്ട് അവസാനം അവർക്ക് മനസ്സിലായി ഇതില്ലാതെ കിട്ടത്തില്ലെന്ന്. പക്ഷെ അങ്ങനെ വാങ്ങിച്ചു വന്നപ്പോഴത്തേക്ക് മണിയറയുടെ വാതിൽ അടഞ്ഞു. വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്, 2 തരമുണ്ട്. ഒന്ന് സെലക്റ്റഡ് ആൻഡ് അതർ വൺ ഈസ് നോൺ സെലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ചിലരെടുക്കപ്പെടും, ചിലർ തഴയപ്പെടും. ആർ വി ടേക്കൺ ദിസ് സീരിയസ്ലി? നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ വില കൊടുത്താണോ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വില കൊടുക്കാനായിട്ട് നിങ്ങൾ ട്രാക്റ്റും കൊണ്ടും മറ്റും കൊണ്ടൊന്നും പോകണ്ട. ദേശത്തിന് മതിൽ കെട്ടാൻ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരു സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ദേശത്തിന് മതിൽ കെട്ടി നിൽക്കാൻ എത്ര നെഹമ്യാവിന് ദൈവം നോക്കിക്കോണം. ഈ ഗെത്സമനെ തോട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ലാസ്റ്റ് മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകൾ നിന്നപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങി. 1, 2, 3 പ്രാവശ്യം വന്നപ്പോഴും ഇവർ കിടന്ന് ഉറങ്ങുക. അവസാനം യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യന്മാർ ചിതറി ഓടി. പത്രോസ് എന്ത് ചെയ്തു? കോഴി കൂവുന്നതിന് 3 പ്രാവശ്യം തള്ളിയും പറഞ്ഞു. അതേ പത്രോസാണ് പണ്ട് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിഹാണ്. വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് പത്രോസ് പിന്നീട് എപ്പം കോഴി കൂയാനും ചാടി എണ്ണിക്കും, യേശുവേ സ്തോത്രം. കാരണം അവൻ തള്ളി പറഞ്ഞു. പത്രോസേ, പറ്റിയത് എവിടെയാണെന്നറിയാമോ? ദൈവം നിന്നെ വില കൊടുക്കാൻ വിളിച്ചപ്പോൾ നീ ചെയ്തില്ല. പത്രോസേ, നിന്നെ വില കൊടുക്കാൻ ദൈവം വിളിച്ച ഒരു രാത്രി എൻ്റെ കൂടെ നോണമെന്നിരിക്കാൻ പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. എന്തു പറ്റി? സ്വന്തം അരുമനാഥനെ തള്ളിപ്പറയേണ്ട ഗതികേട് വന്നു. ഇപ്പം സമയമുണ്ട്, വാതിലടഞ്ഞിട്ടില്ല. നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് വില കൊടുത്തൊന്ന് നിൽക്കാം. കുറേ നാളുകളായി പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുന്ന ചോദ്യം, മോനെ, ഈ പോക്ക് പോയാൽ നീ അക്കരെ കടക്കത്തില്ല. വില കൊടുത്ത് നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? ഒരു നെഹമ്യാവിനെ ദൈവം വിളിക്കുക ഈ പട്ടണത്തിൽ നിൽക്കാൻ. എത്രയോ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും റിവൈവൽ നടക്കുക. അവിടെ എല്ലായിടത്തും പേർക്കും. കാരണം ഈ പട്ടണത്തിൽ
എത്രയോ സഭകൾ, നമ്മൾ ഉൾപ്പെടെ എത്രയോ സഭകളുണ്ട്. പക്ഷേ നിൽക്കാനൊരു നെഹമ്യാവില്ല. നമുക്ക് ഈ കാര്യം നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ആ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ അല്ല, വിളക്കിൽ എണ്ണയുള്ളവരെ പോലെ ഒരു സാക്ഷി ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് വില കൊടുത്ത് നിൽക്കാൻ നമുക്കതിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായി പുറപ്പെട്ടുകൊണ്ട് ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.